എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. അയ്യേ, ഇത് കണ്ടോ, ഞാനൊരു അടിയന്തരത്തിന് പോവേനു. ഇനിയിപ്പോ എങ്ങനെയാ അടിയന്തരത്തിന് പോവാ? ഇതാണ് നമ്മുടെ റോഡിന്റെ സ്ഥിതി. മഴ ഇങ്ങോട്ട് തുടങ്ങിയില്ല, അപ്പോഴേക്ക് റോഡ് പൊളിയാൻ തുടങ്ങി. ഇങ്ങനെ ആയാലും ഈ മഴക്കാലം കഴിയുമ്പോഴേക്ക് എന്താവും ഈ റോഡിന്റെ അവസ്ഥ ദൈവത്തിനറിയാം. എന്താവാനാ, റോഡൊക്കെ പൊളിഞ്ഞ് പഴയ പോലെ ആവും. കോൺട്രാക്ടർമാരാണെങ്കിലോ പഴയതിനേക്കാളും കാശുകാരാവുകയും ചെയ്യും. ഈ റോഡിന്റെ ഒക്കെ പണി എടുപ്പിച്ച കോൺട്രാക്ടറെ വേണം കയ്യിൽ കിട്ടാൻ. ആസനത്തിൽ തീ കൊളുത്തി നാട് കടത്തണവരെയൊക്കെ. എന്നാ കൊളുത്തടാ തീ, നമ്മൾ ആസനത്ത് തന്നെ കൊളുത്തു. അല്ല ഗഫൂർക്ക, നിങ്ങള് ഞമ്മളല്ലേ കോൺട്രാക്ടർ ഗഫൂർ. ഈ റോഡിന്റെ മാത്രല്ല, കേരളത്തില് അങ്ങോളം ഇങ്ങോളം റോഡിന്റെ കോൺട്രാക്ട് എടുക്കുന്ന ഗഫൂർ. അല്ല, ഇതിപ്പോ ടാർ ചെയ്തിട്ട് 5 മാസമല്ലായുള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പറഞ്ഞ നേരെ തന്നെ സമ്മതിച്ച്. ഈ റോഡ് ടാർ ചെയ്ത് നേരാക്കാൻ നമ്മൾ എത്ര കായ് മുടക്കി നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ എന്ത് മുടക്കാൻ? ഈ റോഡൊക്കെ നന്നാക്കാൻ കാശ് മുടക്കുന്നത് സർക്കാരല്ലേ? അത് തന്നെ, നിങ്ങളെപ്പോലുള്ള ആളുകളാ സർക്കാരിന്റെ കാശ് മുടിപ്പിക്കുന്നത്. നല്ല തമാശ. നിങ്ങൾക്ക് എന്താ അറിയാം മക്കളെ, നമ്മൾ പോലത്തെ കോൺട്രാക്ടർമാരുടെ കാശ് സർക്കാരാണ്ടോ മുടിപ്പിക്കണത്. നമ്മളൊരു പാവം കോൺട്രാക്ടർ മാത്രം. നിങ്ങള് പാവോ? അത് വെറുതെ, നിങ്ങളൊരു ലക്ഷപ്രഭു അല്ലേ? അതേടോ, നമ്മളിപ്പോ ലക്ഷപ്രഭുവാണ്. പക്ഷെ ഈ റോഡിന്റെ കോൺട്രാക്ട് എടുക്കുന്നതിന് മുമ്പ് നമ്മളൊരു കോടീശ്വരനായിരുന്നു. മനസ്സിലായോ? ഏടോ, നിങ്ങൾക്കൊരു സത്യം അറിയോ? ഈ റോഡ് മൊത്തം ടാർ ചെയ്തെടുക്കാൻ 6 മാസം എടുത്ത്. അതിനെന്താ, ആ പേരില് നല്ലൊരു സംഖ്യ സർക്കാരിന് എഴുതി വാങ്ങിച്ചിട്ടുണ്ടാവൂലേ? ഒലക്ക എഴുതി കൊണ്ടുപോയി കൊടുത്താല് അപ്പം തന്നെ കാശ് എടുത്തു തരാൻ സർക്കാരിന്റെ വല്യാപ്പല്ലേ? ഏടോ, ഈ റോഡ് പണിക്കുള്ള മൊത്തം കാശും എന്നെ പോലത്തെ കോൺട്രാക്ടർമാരാണ് കയ്യിൽ നിന്ന് എടുത്ത് ചെലവാക്കുന്നത്. അത് എനിക്ക് അത് സർക്കാരിന് തിരിച്ചു കിട്ടണമെങ്കിൽ PWD ഓഫീസ് മുഴുവൻ കയറി ഇറങ്ങണം. അങ്ങനെ കയറി ഇറങ്ങിയിട്ട് എന്റെ 3 ജോഡി ചെരുപ്പാ തെരഞ്ഞു കയറുന്നത്. മനസ്സിലായോ? ഇനിയൊരു 3 ചെരുപ്പെങ്കിലും വാങ്ങി ഉപയോഗിച്ചാലേ എന്റെ മുടക്കിയ കാശ് തിരിച്ചിട്ടു. മനസ്സിലായോ? കാശ് തരുന്നത് ഇങ്ങനാണെങ്കിൽ ചെയ്യുന്ന പണി ഇങ്ങനെ ആയിരിക്കും സർക്കാരെ.